ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു ഫോൺ കോൾ കണ്ടാണ് രാവിലെ ഞാൻ എഴുന്നേറ്റത്. തിരിച്ച് വിളിച്ച് ചോദിച്ചപ്പോൾ അരങ്ങ് 2024 എന്ന് പറയുന്നൊരു പ്രോഗ്രാം പഞ്ചായത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒട്ടും സമയം കളയാതെ ഞാൻ ഒരുങ്ങി പഞ്ചായത്തിലെത്തി. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ കേരളോത്സവം എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിരുന്നു. ലളിതഗാന മത്സരം, കഥാരചന, കവിതാരചന, പ്രസംഗ മത്സരം, നാടൻ പാട്ട്, നാടോടി നൃത്തം, അങ്ങനെ ഒട്ടനവധി മത്സരങ്ങളുണ്ടായിരുന്നു. കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ളവർക്കും അല്ലാതെ ഓക്സിലറി ആയിട്ടുമായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ഞാൻ ഓക്സിലറി ആയിട്ടാണ് മത്സരിച്ചത്. കാരണം ഞാൻ കുടുംബശ്രീയിലില്ലല്ലോ, അമ്മയും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഇവരുടെ കൂടെ മത്സരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം അവസരങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. നമ്മൾ അവസരങ്ങളെ തേടിയാണ് പോകേണ്ടത്. ഒരു മടിയോ നാണമോ ഒന്നും കൂടാതെ അവരവരുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരു കാലത്ത് ഇവരുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമോ വേദിയോ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ഇവരൊക്കെ അന്നത്തെ മികച്ച കലാകാരിമാരായിരിക്കാം. സാഹചര്യങ്ങൾ കൊണ്ട് കയറി വരാൻ പറ്റാഞ്ഞതാവും. നമ്മൾ നമ്മുടെ കഴിവുകൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. അങ്ങനെ നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും നമ്മുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള വേദികൾ ലഭിക്കുമ്പോഴും അത് തള്ളിക്കളയാതെ മുന്നിട്ടിറങ്ങുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ ലോകം അറിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്ന വാചകം പൂർത്തിയാവുകയുള്ളൂ. പോയത് വെറുതെ ആയില്ല കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അടിച്ച് 2 കപ്പും കിട്ടി.